ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തി തന്നെ നോക്കാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഷെയർ ചെയ്യുന്നത് സ്ട്രോബെറി കൊണ്ടിട്ടുള്ളൊരു സ്മൂത്തിയാണ്. ഒട്ടും തന്നെ ബുദ്ധിമുട്ടില്ലാതെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തിയാണ്. സ്ട്രോബെറി അങ്ങനെ തന്നെ കഴിക്കാനായിട്ട് ചില കുട്ടികൾക്കൊന്നും താല്പര്യം ഉണ്ടാവില്ല. കാരണം ചില സ്ട്രോബെറിയിലൊക്കെ പുളിപ്പുണ്ടാകും. മധുരമുള്ള സ്ട്രോബെറിയൊക്കെ നമുക്ക് ചിലപ്പോൾ അപൂർവമായിട്ട് മാത്രമേ കിട്ടാറുള്ളൂ. അപ്പോൾ ഈ ഒരു സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് നല്ല മധുരമുള്ള സ്ട്രോബെറി വേണമെന്ന് ഇല്ല. കുറച്ച് പുളിയുള്ള സ്ട്രോബെറി ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല ടേസ്റ്റി തന്നെ ഈ ഒരു സ്മൂത്തി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സ്ട്രോബെറിയുടെ ഫ്ലേവർ മിക്ക കുട്ടികൾക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു സ്മൂത്തി അവർക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്മൂത്തി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ഗ്രാം സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തന്നെ തണുപ്പിച്ചെടുത്ത സ്ട്രോബെറീസ് ആണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു റോബസ്റ്റ പഴമാണ്. ഈ ഒരു റോബസ്റ്റ പഴവും സെയിം തന്നെ അരിഞ്ഞിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രോബെറിയുടെ പുളിക്കനുസരിച്ച് മധുരവും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മധുരത്തിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമുള്ളതുപോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഈ ഒരു സ്മൂത്തിയിലേക്ക് വേണ്ടത് പാലാണ്. പാൽ ഇതുപോലെ തന്നെ ഞാൻ നല്ലോണം തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ. അതൊരു കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി വലിയ പണിയൊന്നുമില്ല. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സ്ട്രോബെറീസും അതുപോലെ തന്നെ പഴവും പാലും പഞ്ചസാരയും എല്ലാം കൂടി ഇട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ്. കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്ന സ്ട്രോബെറീസും അതുപോലെ തന്നെ ബനാനയും എല്ലാം ഫ്രീസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കട്ടിയിലാണ് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ അത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് കട്ടി കുറച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് നമുക്ക് മാറ്റാം. ഒരു ഭംഗിക്ക് വേണ്ടി ഗ്ലാസിൻ്റെ സൈഡിൽ ഞാനൊരു സ്ട്രോബെറി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിങ്ക് കളറിൽ സുന്ദരിയായിട്ടിരിക്കുന്ന നമ്മുടെ സ്ട്രോബെറി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് വൈസും ഹെൽത്ത് വൈസും റിച്ച് ആയിട്ടുള്ള ഈ ഒരു സ്ട്രോബെറി സ്മൂത്തി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ഒത്തിരി സിമ്പിൾ റെസിപ്പീസ് നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കണേ. ഒത്തിരി പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ. ഈ ഒരു പുതുവർഷം നിങ്ങൾക്കുള്ള സാധ്യതകളാൽ നിറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വലിയ സ്വപ്നം കാണുക, സ്വയം വിശ്വസിക്കുക. ഒരിക്കൽ കൂടി സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു പുതുവത്സരം ആശംസിക്കുന്നു. താങ്ക് യു.